ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പോസ്റ്റൽ ബാലറ്റ് പ്രതിസന്ധിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പോസ്റ്റൽ വോട്ട് ചെയ്യാനാകാത്തവർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യം നൽകുമോ എന്ന് കോടതി ചോദിക്കുകയാണ്. ഇതിനായി ഒരു ദിവസം പ്രത്യേക സൗകര്യം നൽകാനാകുമല്ലോ എന്നും കോടതി ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൊവ്വാഴ്ച മറുപടി അറിയിക്കണം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, നിലവിൽ ഇനി വോട്ട് ചെയ്യാൻ സാഹചര്യം ഒരുക്കാനാവില്ല എന്നല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യത്തിൽ കോടതി സൗകര്യം ഒരുക്കണം എന്ന് തന്നെയാണോ ചോദിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഒരു കൂട്ടം ഹർജികളാണെന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതിലാണ് ഇങ്ങനെ ഈ രീതിയിൽ പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പ്രത്യേകമായ സൗകര്യം ഒരുക്കാനാകുമോ എന്ന കാര്യം ഹൈക്കോടതി ചോദിക്കുന്നത്. കാരണം ഇത്തരം ചോദ്യം ഉന്നയിക്കാനുള്ള ഒരു കാരണം പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്ങിന് തൊട്ട് മുൻപ് ഈ വിഷയം എത്തിച്ചാൽ മതിയാകും. കൗണ്ടിങ്ങിന് തൊട്ട് മുൻപെങ്കിലും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് സെന്ററിൽ എത്തിച്ചാൽ മതിയാകും. അങ്ങനെയെങ്കിൽ ഇനി ആ വോട്ട് രേഖപ്പെടുത്തി എത്തിച്ചാലും മതി എന്ന കാര്യം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ 27-ാം വകുപ്പ് അക്കാര്യം അനുശാസിക്കുന്നുണ്ട്, അതിന് അനുമതി നൽകുന്നുണ്ട് എന്ന കാര്യവും കൂടി ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ കോടതി അറിയിച്ചു. തുടർന്നാണ് ഇതിനായി പ്രത്യേകമായ ഒരു സൗകര്യം നൽകാനാകുമോ എന്ന് കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ച മറുപടി നൽകണം. ചൊവ്വാഴ്ച മറുപടി നൽകുമ്പോൾ പ്രത്യേക സൗകര്യം ഇനി വോട്ട് ചെയ്യാനാകാത്തവർക്ക് അത്തരമൊരു സൗകര്യം നൽകാനാകും എങ്കിൽ അതത് ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്യുക. കാരണം ഏതാണ്ട് 20,000-ഓളം ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇനിയും വോട്ട് ചെയ്യാനുണ്ട് എന്നായിരുന്നു നേരത്തെ തന്നെ ഹർജിക്കാർ, സംഘടനകളും വ്യക്തികളും ഒക്കെ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിന്മേൽ ചൊവ്വാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. എന്തായാലും പോസ്റ്റൽ ബാലറ്റ് പ്രതിസന്ധിയിൽ ഇനിയും നിരവധിയായ പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.